തൃശൂർ കൊരട്ടിയിൽ കാൽവഴുതി തോട്ടിൽ വീണ 4.5 വയസ്സുകാരിക്ക് രക്ഷകരായി സഹപാഠികളായ 2 കൊച്ചുമിടുക്കന്മാർ. കൊരട്ടി പഞ്ചായത്ത് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി ആരവ് മോഹനും 4ാം ക്ലാസ് വിദ്യാർത്ഥി ആദവും ചേർന്നാണ് അൻവിയുടെ ജീവൻ രക്ഷിച്ചത്. സ്കൂളിൽ നിന്നും ലഭിച്ച പ്രഥമ ശുശ്രൂഷ പാഠങ്ങൾ കൃത്യസമയത്ത് പ്രായോഗികമാക്കിയതിനാലാണ് കുരുന്നിന്റെ ജീവൻ രക്ഷിക്കാനായത്. കുഞ്ഞനുജത്തി അൻവി തോട്ടിലെ കലങ്ങിയ വെള്ളത്തിലേക്ക് കാൽവഴുതി വീണുപോയ രംഗം കണ്ട സഹോദരി ആദ്യ ഉറക്കെ കരഞ്ഞു. ഒരു വിളിപ്പാടകലിൽ നിന്നിരുന്ന 2ാം ക്ലാസ്സുകാരൻ ആരവ് രണ്ടാമതൊന്നും ആലോചിക്കാതെ തോട്ടിലെ വെള്ളത്തിലേക്ക് എടുത്തുചാടി. കുഞ്ഞിനെ രക്ഷാകരങ്ങളിൽ കോരിയെടുത്തെങ്കിലും കരയിലേക്ക് കയറാൻ പറ്റാതെ പാടുപെട്ടു. ഇതെല്ലാം കണ്ടു പകച്ചു നിന്ന കൂട്ടുകാരനായ 4ാം ക്ലാസ്സുകാരൻ ആദവിനോട് ആരവ് വിളിച്ചു പറഞ്ഞു, "ഒന്ന് പിടിക്കടാ" എന്ന്. ഇതോടെ പകപ്പ് മാറ്റി രക്ഷാദൗത്യത്തിൻ്റെ ചങ്ങലക്കണ്ണിയായി ആദവ് ഓടിയെത്തി. അൻവിയെ ആദ്യം കരയ്ക്കു കയറ്റി, പിന്നാലെ ആരവിനും കൈകൊടുത്തു. സ്കൂളിൽ അഗ്നിരക്ഷാസേന നടത്തിയ ക്ലാസ്സിൽ പഠിച്ചതുപോലെ കുഞ്ഞിനെ കൈത്തണ്ടയിൽ കമിഴ്ത്തിക്കിടത്തി പ്രഥമ ശുശ്രൂഷ നൽകി. വയറ്റിലകപ്പെട്ട വെള്ളം ഛർദ്ദിച്ചു പുറത്തു വന്നതോടെ അൻവിയുടെ ജീവൻ മിടിപ്പ് വീണ്ടെടുത്തു. കുഞ്ഞിൻ്റെ കരച്ചിൽ ഉയർന്നതോടെ കുട്ടികളുടെ കണ്ണുകളിൽ ആനന്ദാശ്രു തിളങ്ങി. ഇവള് വീണപ്പോ ഇവിടുന്ന് അപ്പൊ തന്നെ കരഞ്ഞു. കാരണം ഞങ്ങള് ഇവിടെ നിന്നിട്ട് പ്രശ്നമൊക്കെ ഓടിയപ്പോ ഇവള് വീണെടുക്കണുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ആ തോട്ടിലേക്ക് എടുത്ത് ചാടി. എന്നിട്ട് അവിടെ എടുത്തിട്ട് ഇവന്റെ കൊടുത്തു. ഞാനും അവനും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു. അപ്പൊ കുഞ്ഞൂസ് അവിടെ നിന്ന് എത്തിച്ചു നോക്കിയപ്പോ അവള് വീണു. അപ്പൊ ഇവള് കരഞ്ഞു. അപ്പൊ ഇവൻ എന്താണ് കാര്യം എന്ന് നോക്കിയപ്പോ ഇവ എടുത്ത് ചാടി. അപ്പൊ ഞാൻ പിന്നാലെ വന്ന് നോക്കിയപ്പോ ആണ് ഇവൻ കുഞ്ഞൂസ് മുങ്ങി അടക്കണം. അപ്പൊ ഇവ എടുത്ത് ചാടിയിട്ട് എന്റെ കയ്യിൽ വന്നു. ഞാൻ അവിടേക്ക് ഉണ്ടായി. എനിക്ക് കയ്യിൽ വന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. കുഞ്ഞനീത്തിയെയും കൂട്ടി ആദ്യ കൊരട്ടി ചൂനക്കര പാടശേഖരത്തിലൂടെയാണ് ഒഴുക്കുള്ള തോട്ടിൻകരയിലെത്തിയത്. തോടിന് കുറുകെയുള്ള പാലത്തിൻ്റെ ഓരത്തുകൂടി താഴെയിറങ്ങി വെള്ളത്തിൽ കുഞ്ഞുമീനുകളെ നോക്കുന്നതിനിടെയാണ് ഒരു കല്ലിനു മുകളിൽ നിന്നിരുന്ന അൻവി തോട്ടിലേക്ക് വീണത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.